Yeah.
അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തെ വിദേശത്തേക്ക് വിട്ട് ഈ വരയുടെ കല നല്ലതുപോലെ പരിശീലിപ്പിച്ച് വളരെ നന്നായി അത് വരയ്ക്കുന്ന ഒരു വൈദികനാണ്. ആ വൈദിക സെക്ഷൻ്റെ അധ്വാനമാണിത്. വളരെ സന്തോഷത്തോടെ പരിശുദ്ധ വലിയ ബാബ തിരുമേനിയുടെ ഈ ഛായാചിത്രം ഞാൻ അനാച്ഛാദനം ചെയ്യും. പരിശുദ്ധ വലിയ ബാബ തിരുമനസ് ദീർഘകാലം ശാരീരികമായ ക്ഷീണത്തിലും രോഗശൈലിയിലുമായിരുന്നപ്പോൾ പരിശുദ്ധ പിതാവിനെ ശുശ്രൂഷിച്ച മറക്കാനാവാത്ത ചില മുഖങ്ങൾ ഉണ്ട്. മലങ്കര സഭയ്ക്ക് അവരോടുള്ള നന്ദിയും കടപ്പാടും നിസ്സീമമാണ്. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ പിതാവിന് കിട്ടിയ ശുശ്രൂഷ. പ്രത്യേകമായി അവരോടുള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രണ്ട് ഡോക്ടർ ബാബു ചാക്കോ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു പ്രിയപ്പെട്ട ഡോക്ടറാണ്. രാത്രി എന്നോ പകലെന്നോ നോക്കാതെ ഒരു ടെലിഫോൺ കോള് കൊടുത്താൽ ഡോക്ടർ ആ സമയത്തോട് ഓടിയിട്ടു. അത്രയും അത് കഴിഞ്ഞ് പിന്നീട് പരിപാടി പോകുമ്പോഴാണ് അടുത്ത ചികിത്സാ ഘട്ടം ആരംഭിക്കുന്നത്. ഒരു സമയത്തും അതിനെ ഒരു പോറലേക്കാതെ ഡോക്ടർ ബാബു ഈ കാര്യത്തിൽ പ്രവർത്തിച്ചതിലുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും ആദരവും അറിയിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ടോക്കൺ ഓഫ് ബ്ലെസ്സിംഗ്
Holiness Baselios Didymos. പരിമല ഹോസ്പിറ്റലിൽ പരിശുദ്ധ ബാബ തിരുമനസിനെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച ഡോക്ടർ മാത്യു തോമസ്. പരിമല ആശുപത്രിയിലെ രാവും പകലും വളരെ കൃത്യമായി തിരുമേനി അതുപോലെ ശുശ്രൂഷിച്ച ഡോക്ടറാണ് ഡോക്ടർ മാത്യു തോമസ്. ഡോക്ടർ ഫിസിഷ്യനാണ്, എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്, എങ്കിലും ഇതിന് പ്രധാന ചുമതല അദ്ദേഹമാണ് വഹിച്ചത്. അദ്ദേഹം എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ അദ്ദേഹം ബാബാ തിരുമേനി കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എനിക്ക് അല്പം അസുഖമാണ് എന്നൊരു മെസ്സേജ് കിട്ടി. ഞാൻ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ ഞാൻ ഡോക്ടറെ ഒറ്റയ്ക്ക് വിളിച്ച് ഈ കാര്യത്തിൻ്റെ ഗൗരവം എന്താണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. ഡോക്ടർക്ക് ശബ്ദം വരുന്നില്ല. ആ വിധത്തിൽ എന്നോട് പറഞ്ഞു, അല്പം അലാമീനാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. ഡോക്ടർ പ്രസാദ് സിനിമയുടെ കാര്യത്തിലും അവിടെ ഏതെല്ലാം നമ്മുടെ സിനിമയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അതുപോലെ നമുക്കൊരു ഡോക്ടർ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പിതാവിനെ ഒരു മകൻ എങ്ങനെ ശുശ്രൂഷിക്കുമോ അത് ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്വന്തം പിതാക്കന്മാരെ നമ്മൾ അത്ര ശുശ്രൂഷിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഡോക്ടർ മാത്യു തോമസിൻ്റെ സേവനം അതിനുള്ള ദൈവാനുഗ്രഹം അനുഗ്രഹം ഒരുപാട് അദ്ദേഹത്തിന് 2 ഡോക്ടർമാർക്കും ലഭിക്കും, മാത്യു തോമസിനും ലഭിക്കും. പിന്നെ ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ടോക്കൺ ഓഫ് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് മാത്രമേ ഉള്ളൂ. സഭയുടെ ഒരു അംഗീകാരവും ബഹുമതിയും സ്നേഹവും അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ആഫ്റ്റർ ഓൾ ദിസ് ഈസ് നത്തിങ് ആസ് എ മെറ്റീരിയൽ വാല്യൂ. ഞാനത് വളരെ സന്തോഷത്തോടെ ഡോക്ടറെ അത് അറിയിക്കുകയും. 2 ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഭാഗമായി നിന്ന അദ്ദേഹത്തിന്റെ എല്ലാ ബലഹീനതയിലും താങ്ങും തണലുമായി സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചു. ബഹുമാനപ്പെട്ട എൽദോ വചനും ലിജു വചനും ബഹുമാനപ്പെട്ട എൽദോ ഏലിയാസത്തിന് പരിശുദ്ധ സഭയുടെ സന്തോഷം പരിശുദ്ധ മനസ്സിലാകും. എൽദോ അച്ഛൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ പ്രശംസനീയമാണ്. ഒരു 10 മക്കളുള്ള ഒരപ്പനെ ഇത്രയും ശുശ്രൂഷ ലഭിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ കുറവാണ്. അതിനപ്പുറമായില്ല. അതായത് എന്തും എല്ലാ പരിചരണവും ചെയ്യുന്ന 2 വൈദികരാണ്. അതിൽ ഏറ്റവും ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എൽദോ അച്ഛനാണ് നിർവഹിച്ചത്. അതുകൊണ്ട് അതും ദിസ് ഈസ് എ ടോക്കൺ ഓഫ് the heavenly blessings regarding the service rendered by Achan to our beloved Holy Father. ബഹുമാനപ്പെട്ട ലിജു സാമുവേലസ്. അച്ഛനും ഈ കാര്യത്തിൽ അദ്വിതീയനാണ്. എൽദോ അച്ഛൻ ഒരു സെലിബ്രേറ്റ് പ്രീസ്റ്റ് ആണെങ്കിൽ ഇദ്ദേഹം ഒരു മാരീഡ് പ്രീസ്റ്റ് ആണെങ്കിൽ വ്യത്യാസമുള്ളൂ. ഭാര്യയുടെ അപ്പുറത്ത് ഇരിക്കുകയുള്ളൂ. ഇവിടെ ഇരുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുള്ളൂ. ഏതായിരുന്നാലും അച്ഛനെ ഈ സഭ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യും. പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വളരെ സുദീർഘമായി ശുശ്രൂഷ നിർവഹിച്ച ശ്രീ ജോൺ. കുറേ നാളുകൾ തിരുമേനിക്ക് ഈ സ്ട്രോക്ക് വന്ന് കൈകളും കാലുകളും ഒക്കെ ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു. അതുപോലെ വന്ന് ചിലപ്പോൾ തിരുമേനി വളരെ പ്രതിഷേധം പറയും, ചിലപ്പോൾ ചെറുതായിട്ട് പോലെ കുറച്ച് തല്ലു കൊടുക്കും, മതി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പക്ഷെ എന്നാലും അവരെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് ചിലപ്പോൾ പറയും, നിങ്ങൾക്കും വരും ഇതുപോലെ, ഞാനിപ്പോൾ നിങ്ങളെ ശപിക്കും, നിങ്ങൾക്കും ഭാഗ്യം വരട്ടേലും ശപിക്കും എന്നൊക്കെ തിരുമേനി ചുറ്റൊക്കെ ആയിരിക്കും. എന്നാലും അവരതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ജോൺ ഉണ്ടെങ്കിൽ വരണം, അടുത്ത കുട്ടികളായി അങ്ങനെയൊക്കെ ഇവർ ശുശ്രൂഷിക്കുമ്പോൾ തിരുമേനി സാധാരണമോ അടിയോ കൊണ്ടിട്ടുണ്ടെങ്കിൽ
അതൊക്കെ വലിയ ഗിഫ്റ്റാണ്. കാരണം ഇവർക്ക് വിജയം ബാബായിരുന്ന അടികൊണ്ടു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പത്മശ്രീ കിട്ടിയതുപോലെ വായമനസ്മാര് പറയാറുണ്ട്. അതുപോലെ ഇതും കണ്ടാൽ മതി, കണക്കാക്കിയാൽ മതി. ഞാൻ ഗവർണറെ സഭയുടെ അംഗീകാരം വിശുദ്ധ ബാബാതിരുമേനിയെ ശുശ്രൂഷിച്ച കുറേ ആളുകളെ സഭ ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് ബിബിൻ എ. ഇവനെ ബാബാതിരുമേനി വിളിക്കുന്നത് ദാവീദ്. അയ്യോടാ, തിരുമേനി ശുശ്രൂഷിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും തിരുമേനി ഓരോ പേര്. ഇവന്റെ പേര് ബിബിൻ എന്നാണ്. പക്ഷെ തിരുമേനി പേരിട്ടു ദാവീദ്. വേറെ ഏതൊരു കുട്ടീനെ വന്നു യുവകാനം വന്ന അപ്പോൾ തിരുമേനി പേരിട്ടു ഹാരവനോ. അങ്ങനെ കുറേ പേരുകളുണ്ട്. വളരെ കൗതുകമാണ്. തിരുമേനി ഈ വിറ്റൊക്കെ നല്ലതുപോലെ പറയും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മൗനമൊന്നുമല്ല തിരുമേനി. വായിൽ നിന്ന് വരുന്നതിൽ വിറ്റ് കേട്ടാൽ ഒരിക്കൽ കേൾക്കാതെ ഇങ്ങനെ കഷ്ടം വായി കൊടുക്കുമോ. ഇപ്പൊ തിരുമേനി വേണ്ട. അപ്പൊ തിരുമേനി പറഞ്ഞു, പക്ഷേ നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല. പോയി ഭക്ഷണം കഴിക്കേ. നീ ഇവിടെ നിന്നാല് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് കൊതിയിപ്പെടും, നീ പോകും എന്ന് പറഞ്ഞ് ഓടി. അപ്പൊ ഇവര് വായിക്കാതിരിക്കും. ഇവര് പറഞ്ഞാൽ അവരെ കഴിക്കാതെ ഞങ്ങൾ കഴിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ശുശ്രൂഷിക്കുന്നത്. അതായത് കൊച്ചു കുട്ടികൾ പിറന്നെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മമാരെ പുറം വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ അതുപോലെ ചെയ്യുന്നവരാണ്. അതാണ് ഈ അങ്ങനെ ഒരു ടീം നന്നായിട്ട് ഇവിടെ ചെയ്തിരുന്നു. ബിബിനും ആ കാര്യത്തിൽ ഏറെ നന്നായി ചെയ്തിട്ടുണ്ട്. ബിബിനും സഭയുടെ അംഗീകാരം. ജോബി തോമസ്. ജോബി ഒരു ഓൺ കോൾ സാരഥിയാണ്. ഞാൻ പറഞ്ഞത് രാത്രി ഉറക്കമില്ലാതെ വരുമ്പോൾ വണ്ടി എടുക്കുക, ഓടുക. സാരഥിയാണ്. പിന്നെ ഓൺ കോൾ വരാനുള്ള അധിക ദൂരമില്ലാത്ത എബനേസർ പള്ളിയുടെ അടുത്താണ് വീടും തോന്നുന്നു. അതുകൊണ്ട് ബിബിനപ്പുരം ആ പത്തനാപുരം ഭാഗത്തുള്ള ആളായിട്ടുള്ള താമസിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ കാണും. പിന്നെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം നിർവഹിക്കാൻ തക്കവണ്ണം സാരഥി എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ജോബി സന്നദ്ധനായിരുന്നു. അത് ജോബിക്കും ഈ സഭയുടെ അംഗീകാരം ഇവിടെ നൽകട്ടെ. നേഴ്സസ് അവർക്ക് ഇന്നിവിടെ എത്തിച്ചേരാനായിട്ട് അവർ ഉണ്ടാകുന്ന പുസ്തകമാണ്. ഇനി ഡൈവോഴ്സിന്റെ പെറ്റീഷന്റെ എണ്ണം പറയണം കേട്ടോ. ഞാനിത് എല്ലാവർക്കും ഓർമ്മ കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരാഴ്ചയിൽ ഒന്നേ ഒപ്പിടാൻ പാടുള്ളൂ. അത് ഈ പുസ്തകം എല്ലാവരും വായിക്കുകയും അതിലെല്ലാവരൊക്കെ വീട്ടിലൊക്കെ നടത്താൻ എല്ലാവരും ജീവിക്കുകയും ചെയ്യണം. സന്തോഷപൂർവ്വം നമ്മുടെ ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ആരും കുറ്റമൊന്നുമല്ല. ഞാനത് അല്പം സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നെങ്കിൽ പോലും ഇറ്റ്സ് എ കോമൺ അഫെയർ ഫോർ ദ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി. പക്ഷേ മോഡേൺ സൊസൈറ്റി കൊണ്ട് ജീവിതം മുമ്പോട്ട് സന്തോഷകരമായിട്ട് പോകണമെന്നില്ല. ഈ പുസ്തകം തന്നെ ഒരുപാട് പ്രയോജനകരമാണ്. എന്താണ് ജീവിതം എന്നൊക്കെ ഇതിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിവിടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതൊന്ന് പ്രകാശനം ചെയ്യണം. വായിക്കുന്നത് നല്ലതാണ്. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അല്ലല്ലോ വേണ്ടത്, പോസ്റ്റ് മാരീഡ് കൗൺസിലിംഗ് ആണ് കൂടുതൽ വേണ്ടതെന്ന് വിചാരം. ബഹുമാനപ്പെട്ട PM ഫിലിപ്പച്ചനാണ് അതിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശനം നടന്നു. മലയാളമാണ്, ഒരു കുഴപ്പമില്ല. മലങ്കര സഭ ഒരു പുതിയ പ്രോഗ്രാം ഞാൻ എവിടെയും ബസ്സിലായി ആരംഭിച്ചത് ഇതിനോട് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഒന്നിനായ ഡോക്ടർ K. ജോർജൻ ഡയറക്ടറായിട്ട് സോപാനം അക്കാദമി വേദശാസ്ത്ര സംസ്കാര പഠന കേന്ദ്രം ജയരായിൽ ആരംഭിച്ചു കഴിഞ്ഞ് ഇതിന്റെ വാർത്താ ബുള്ളറ്റിന്റെ പ്രകാശനം പരിശുദ്ധഭാവത്തിന് മനസ്സുകൊണ്ട് വളരെ ബഹുമാനപ്പെട്ട ഡോക്ടർ K. ജോഷുവാച്ചന് നൽകിക്കൊണ്ട് നിർവഹിക്കും. സോപാന അക്കാദമി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പിന്നെ ഒരു എക്യൂമെനിക്കൽ കൾച്ചർ ഇങ്ങനെയുള്ള ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. ഇത് കാലത്ത് യുവാനീസിന്റെ സ്വപ്നമായിരുന്നു. തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തിന് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ചോദ്യമൊക്കെയാണ്. അത് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ